ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ വടുതല വെസ്റ്റ് 24-ാം ഡിവിഷന്റെ സമസ്ത മേഖലകളിലും വികസനം വാഗ്ദാനം നൽകിയാണ് ബീന നന്ദകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നേറുന്നത്. NDA പ്രതിനിധിയായി കൊച്ചി നഗരസഭയിലെത്താൻ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബീന നന്ദകുമാർ. 20 വർഷക്കാലമായി ഈ പ്രദേശങ്ങളിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ് ബീന നന്ദകുമാർ. ADS ചെയർപേഴ്സൺ, റെസിഡന്റ് സെക്രട്ടറി, പാലിയേറ്റീവ് ഹോസ്പിറ്റൽ വളണ്ടിയർ തുടങ്ങി നിരവധി മേഖലകളിലെ സജീവ പ്രവർത്തനം മുതൽക്കൂട്ടാക്കിയാണ് പ്രചാരണം. ഞാൻ കാണുന്നത് ഇപ്പം വികസനം വന്നു എന്ന് പറയുന്നുണ്ട്, ദാരിദ്ര്യം മാറി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓരോ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കോൺട്രാക്റ്റ് ഇങ്ങനെ കിടക്കുകയാണ് പല സ്ഥലങ്ങളിൽ. അതൊന്നും ഇവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല. അതായത് അവരിപ്പോൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോ പാർട്ടികൾ നിൽക്കുമ്പോൾ അവർക്കനുസരിച്ച് ഓരോ വീടുകളിലേക്കുള്ള റോഡുകളൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലവർ പാവങ്ങളുടെ വീടുകളുടെ ഭാഗത്താണ് ഇനി ചെയ്യാൻ കിടക്കുന്നത്. അത് ഇവരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെയുള്ള ആ കാര്യങ്ങളൊക്കെ എന്താ നീക്കുപോക്കെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യണം. അതേപോലെ തന്നെ വാർഡ് കമ്മിറ്റികളൊക്കെ വിളിച്ചുകൂടി ഞാൻ അയൽക്കൂട്ടത്തിലൊക്കെയാണ് സംസാരിച്ച് എല്ലാവരുമായിട്ട് ഗ്രൂപ്പായിട്ട് സംസാരിച്ചുകൊണ്ട് ഇനി എന്താണ് വേണ്ടത്, അവർക്കിനി എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് ഇവിടെ സാധാരണക്കാർക്കുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മുന്നേറും, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നേടിക്കൊടുക്കുവാനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറാണ്. അതേപോലെ ഈ ഒരുപാട് പാവപ്പെട്ട രോഗികളുണ്ട് ഇവിടെ. ക്യാൻസർ പേഷ്യൻ്റാണ്, കിഡ്നി പേഷ്യൻസ്, ഒരുപാട് അനാഥരായി ഒരുപാട് അമ്മമാർ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യം, പകൽ വീട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ സാധാരണക്കാർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാൻ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. ഏത് സമയത്തും എന്നിൽ നിന്നും അത് ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു വിഷനോടുകൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഇവിടെ എയർപ്ലെയിൻ ഇറക്കാം, അങ്ങനെയൊന്നും റെയിൽവേ പാത വരുത്താം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. എനിക്കത് മാത്രമാണ് പറയാനുള്ളത്. അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നു, ഉറച്ച് ഞാൻ വാക്ക് നൽകുന്നു.